ഹ്യൂമനോയിഡ്സ് ആണോ ബെറ്റർ ഓർ സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഓട്ടോമേഷൻ ആണോ ബെറ്റർ? നമ്മളെപ്പോഴും AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പം നമ്മളെപ്പോഴും പിക്ചർ ചെയ്യുന്നത് ലൈക്ക് കുറേ റോബോട്ട്സ് ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് മെഷീൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും അതിനെക്കാട്ടിലും എഫിഷ്യൻ്റ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതാണ് ഈ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്തും പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് മെഷീനറി ഉണ്ടെങ്കിൽ അതിന് ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല. ആ പ്രോസസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അതങ്ങ് ഫോളോ ചെയ്താൽ പോലെ. ഇലോൺ മസ്കിൻ്റെ വിഷൻ എന്ന് വെച്ചാൽ ഫാക്ടറി മൊത്തം ഓട്ടോമേറ്റഡ് ആയിരിക്കണം, വെരി ഫ്യൂ പീപ്പിളും കൊണ്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. വേറൊരുത്തും പറയണം നിൻ്റെ വോയിസ് വേണ്ട, നിൻ്റെ വോയിസിൽ AI ഉണ്ടെങ്കിൽ ആ ഹോബി ഞാൻ നഷ്ടപ്പെടുത്തും. ബിക്കോസ് ഞാൻ പിന്നെ എന്തോത്തിനാ പാട്ട് പാടും. അപ്പം നിനക്ക് പുതിയ അംബീഷൻസും കാര്യങ്ങളും വരുമായിരിക്കും. എനിക്കിപ്പോൾ തോന്നുന്ന ആകെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ ഇനി AI ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഫാമിൽ കുറച്ച് ലാൻഡ് മേടിക്കുക. സോ നമ്മുടെ വീട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഈ ഇടയ്ക്കായിട്ട് നമ്മുടെ എല്ലാ വീട്ടിലൊക്കെ അറ്റ്ലീസ്റ്റ് ബാംഗ്ലൂരിൽ ഞാനിപ്പോൾ കുറേ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയ മെഷീനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പണ്ട് ഒരു റൗണ്ട് മെഷീൻ വിച്ച് ഇസ് ലൈക്ക് എ റോബോ ക്ലീനർ, റൂംബ. അപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ. ഇപ്പം ഓൾമോസ്റ്റ് എവറി ഹൗസസ് ഹവ് ട്രൈങ് ടു അഡോപ്റ്റ് ഇറ്റ്. ഒരു സ്മോൾ പ്രൈസ് ജസ്റ്റ് ഫോർ ക്ലീനിങ് പർപ്പസ് പൊടിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പം ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം എ വേൾഡ് റോബോ വാക്യൂം ക്ലീനർ, അത് തന്നെ റോബോ വാക്യൂം ക്ലീനർ, അത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. നീ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതാ പറഞ്ഞത് ലൈക്ക് എന്തോ ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻ. അപ്പം അതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രം എ വേൾഡ് വെയർ ഇൻ വിച്ച് വി ഡിഡ് സോ മെനി മെക്കാനിക്കൽ തിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ തന്നെ തുടക്കുകയും തൂക്കുകയും ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് we are moving to a world wherein which we are replacing certain monotonous tasks with certain machines. നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ദാറ്റ്സ് ഹൗ വേൾഡ് ഇസ് പ്രോഗ്രസ്സിങ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഐ തിങ്ക് വി റെഡ് എ പേപ്പർ, നോട്ട് പേപ്പർ ആക്ച്വലി, ഒരു വിഷൻ of a company, and we found it interesting and we thought like we'll share it with our audience. And it's a vision statement provided by Travis, Uberന്റെ ex-CEO യുടെ ഒരു vision statement ആണ്. പുള്ളി ഒരു പുതിയ കമ്പനി തുടങ്ങി അതിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ടാണ് നമ്മൾ ഓർത്ത് വിൽ ടോക്ക് ടു ആർ ഓഡിയൻസ് ടു ഗെറ്റ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. സോ ബിഫോർ വി ഗെറ്റ് സ്റ്റാർട്ടഡ്, വെൽക്കം ബാക്ക് ടു Math++. ടുഡേ വി ഹാവ് അരവിന്ദ് ആൻഡ് അരുൺ വിത്ത് us. അപ്പം നിങ്ങൾക്ക് നിന്റെ വീട്ടിലുണ്ടോ ഈ റോബോ വാക്യൂം ക്ലീനർ? എനിക്ക് റോബോ വാക്യൂം ക്ലീനർ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് സാധനം? നല്ലതാണ്. ലൈക്ക് വെരി ടൈം നമുക്ക് കുറേ സേവ് ചെയ്യാൻ പറ്റും. Turn it on and forget about it എന്നുള്ളൊരു ഐഡിയ. അതെ. ഓക്കെ, അപ്പം വർത്ത് ഇൻവെസ്റ്റ്മെന്റ്. അതെ, ലൈക്ക് ഇച്ചിരി മാനുവൽ വർക്ക് ഇപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഡസ്റ്റ് എടുക്കണം, മറ്റേ വാക്യൂം പിന്നെ മറ്റേ മോപ്പ് ചെയ്യുന്ന ആ സാധനം നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പം അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യണം. അതും കൂടെ ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ പക്ഷെ ക്ലീൻ ആവും കാര്യങ്ങളൊക്കെ. ക്ലീൻ ആവും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പം നിനക്കും ഉണ്ട് റൂംബ ഉണ്ട്. ഓക്കെ, ഞാൻ മാത്രമല്ല ഇച്ചിരി ഇപ്പോഴും മെക്കാനിക്കലാണ് ഞാനിപ്പം. അല്ല, പക്ഷേ അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പേപ്പർ വായിച്ചപ്പോഴും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു കമ്പാരിസൺ. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ്ലി ഈ പേപ്പർ ടോക്ക് ചെയ്യുന്നത് ബേസിക്കലി ഹ്യൂമനോയിഡ്സ് എന്ന് വെച്ചാൽ ഫുൾ ഹ്യൂമൻ റോബോട്ട്സ് വേഴ്സസ് സ്പെസിഫിക് ടാസ്കിനെ ഓട്ടോമേറ്റ് ചെയ്യുന്ന മെഷീൻസിനെ കുറിച്ചുള്ള കമ്പാരിസണും പുള്ളിയുടെ വിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ആരായിരുന്നു ex-CEO? ഹിസ് നെയിം ഇസ് ട്രാവിസ്. അപ്പോൾ ട്രാവിസ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ബേസിക്കലി ഊബർ എന്ന് പറഞ്ഞ കമ്പനി ഫൗണ്ട് ചെയ്തു. ഹിസ് ഐഡിയ വാസ് ബേസിക്കലി ഹാവിങ് മേക്കിംഗ് ടാക്സീസ് ആക്സസിബിൾ ഓർ ഡ്രൈവിംഗ് ആസ് എ കാർ, മൂവിങ് ഫ്രം point 1 to point B more easy and without any hassle. അതായിരുന്നു പുള്ളിയുടെ ഫസ്റ്റ് വിഷൻ. ഐ തിങ്ക് ആഫ്റ്റർ ദാറ്റ് he got kicked out and all of those things happened. ഇപ്പം സ്റ്റീവ് ജോബ്സിനെ പറ്റിയത് തന്നെയാണ്. പുള്ളി പക്ഷേ എനിക്ക് തോന്നുന്നു അതിനകത്ത് കുറേ റൂമേഴ്സും ഉണ്ട്, കുറേ കാര്യങ്ങൾ കൾച്ചർ വൈസ് പുള്ളി ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കമ്പനിയിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. പിന്നെ പുള്ളിയുടെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പുള്ളിയെക്കുറിച്ച് തന്നെ നല്ലത് പറയുന്നുണ്ട്. ഐ ജസ്റ്റ് ഡിഡ് സം ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ആൻഡ് ഇറ്റ് വാസ് നോട്ട് സോ ഗുഡ് ടു ഹിയർ അബൌട്ട്. അതുണ്ട്. അപ്പം പക്ഷേ പുള്ളി ഇതാണെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട്
the central idea of this topic is whether humanoids ആണോ better or സ്പെസിഫിക് ടാസ്കിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്ന ഓട്ടോമേഷൻ ആണോ ബെറ്റർ. അതാണ് ഇതിനകത്ത് നമുക്ക് എക്സൈറ്റിംഗ് ആയിട്ട് കണ്ടുപിടിക്കുന്നത്. നിൻ്റെ തോട്ട് പ്രോസസ്സിൽ എന്താണ്, ലൈക്ക് ഏതായിരിക്കും more efficient, or how do you think about this, like when you compare both humanoids versus these machines, what do you think about? നമ്മൾ ഓട്ടോമേഷനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ലൈക്ക് നമ്മളെപ്പോഴും AGI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് കേൾക്കുമ്പം നമ്മളെപ്പോഴും പിക്ചർ ചെയ്യുന്നത് ലൈക്ക് കുറേ റോബോട്ട്സ് ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്നാണ് നമ്മൾ പിക്ചർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ലൈക്ക് നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് മെഷീൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും അതിനെക്കാട്ടിലും എഫിഷ്യൻ്റ് എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. അതാണ് ഈ വിഷൻ സ്റ്റേറ്റ്മെൻറ്റിനകത്തും പറയുന്നത്. ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് പാൻകേക്സ് ഉണ്ടാക്കണം. അപ്പം നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ കൊണ്ട് നമുക്ക് പാൻകേക്ക് ഉണ്ടാക്കിപ്പിക്കാം, റൈറ്റ്? ബട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മേ ബി എത്രയാണ്, ഒരു 10 പാൻകേക്സ് ആർ, അല്ലെങ്കിൽ 10 മേ ബി ഒരു വേഗ് നമ്പർ ആണെങ്കിൽ ഒരു 10, അല്ലെങ്കിൽ മാക്സിമം ഒരു 15, മേ ബി ആർ മേ ബി 100 ഒക്കെ പോവായിരിക്കും, റൈറ്റ്? ബട്ട് നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് മെഷീൻ ഉണ്ടാക്കും അതിന് വേണ്ടി, ലൈക്ക് പാൻകേക്സ് ഉണ്ടാക്കാൻ വേണ്ടി. അതിന് മേ ബി ഒരു 1000 പാൻകേക്സ് അല്ലെങ്കിൽ 2000 പാൻകേക്സ് ഈസി ആയിട്ട് ഒരു ആറിൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. സോ ദാറ്റ് എഫിഷ്യൻസി ഗെയിൻ ലൈക്ക് ഒരു ഹ്യൂമനോയിഡിനെ കമ്പയർ ചെയ്യുമ്പം കൂടുതലായിരിക്കും. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം നമ്മൾ സ്പെഷ്യലൈസ്ഡ് മെഷീനറി ഉണ്ടെങ്കിൽ അതിന് പിന്നെ ഇൻ്റലിജൻസിൻ്റെ ആവശ്യമില്ല. ആ പ്രോസസ്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചാൽ അതങ്ങ് ഫോളോ ചെയ്താൽ പോരെ. എടാ ഇതൊരു പാർട്ട് ഓഫ് ദ സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീനെ ഉണ്ടാക്കുന്നത് വേറൊരു മെഷീനായിരിക്കും, ആ മെഷീനെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരു മെഷീനായിരിക്കും. പിന്നെ ചിലപ്പോൾ ആ മെഷീൻ ചിലപ്പോൾ ഒരു ലേണിങ്ങും ആ പ്രോസസ്സിനകത്ത് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ആ മെഷീൻ. സെൽഫ് ഇവോൾവിങ് മെഷീൻ ആയിരിക്കും. മേ ബി അതിന് മുന്നേ മനസ്സിലാവും ലൈക്ക് എനിക്ക് 2-3 കമ്പോണൻസുകൾ ഉണ്ടെങ്കിൽ എനിക്കിത് കൂടുതൽ എഫിഷ്യൻറ്റ് ചെയ്യാം. മേ ബി അപ്പോൾ അത് വേറൊരു മെഷീനോട് പറയുമ്പോൾ എനിക്കിത് പുതിയ കമ്പോണൻസ് വേണം. അപ്പോൾ ആ മെഷീൻ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് കാണത്തില്ല. മനസ്സിലായോ? അപ്പം ആ മെഷീൻസ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഈ ടെസ്ല കാർസ് ഒക്കെ ഈ അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത് തോന്നുന്നല്ലേ? ടു ആൻ എക്സ്റ്റെൻറ്റ് അതാണ്, അറ്റ്ലീസ്റ്റ് അതാണ് ഇലോൺ മസ്കിൻ്റെ വിഷൻ. എന്ന് വെച്ചാൽ ഫാക്ടറി മൊത്തം ഓട്ടോമേറ്റഡ് ആയിരിക്കണം, വെരി ഫ്യൂ പീപ്പിളും കൊണ്ട് നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കാർസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് നോട്ട് ഫുള്ളി ഓട്ടോണമസ്. ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ പാൻകേക്ക്, ഇപ്പം നീ പറഞ്ഞ ക്വസ്റ്റ്യൻ വാലിഡാണ്. ശരി, ഒരു ഡിഫൈൻഡ് സ്ട്രക്ചർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഒരു മെഷീനിന് കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി പിന്നെ എവിടെ ഇൻ്റലിജൻസ്? എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻസ് പണ്ടും ഇപ്പോഴും അത് എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുമ്പം ആ മെഷീനിന് നമ്മൾ മാനുവലി പോയി കണ്ടുപിടിച്ച് അതിനെ റിസോൾവ് ചെയ്ത് ഫിക്സ് ചെയ്യണം. നമുക്ക് വേറെ അല്ലാതെ എറർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അലേർട്ട് സിസ്റ്റം ഉണ്ട്, പക്ഷേ എറർ റിസോൾവ് ചെയ്ത് അതിനുള്ള സ്മാർട്ട്നെസ് ഇപ്പോൾ ഇല്ല. അപ്പം ഇഫ് യു ഇൻക്ലൂഡ് ഇൻ്റലിജൻസ് ഓഫ് ദാറ്റ് ലെവൽ ഇൻ ടു ദ മെഷീൻസ് ദാറ്റ് വി ഹാവ് എക്സിസ്റ്റിംഗ്, എനിക്ക് തോന്നുന്നു അത് തന്നെ മനസ്സിലാകും. ലുക്ക്, എനിക്ക് ഇവിടെ ഹീറ്റ് ഇത്രയും വേണ്ട, ഞാൻ ഈ ഒരു ഇത് ഓൾറെഡി പാൻ ചൂടായിരിക്കുവാണ്, സോ ലെറ്റ് മീ ലോവർ ദ ഹീറ്റ് ഫോർ ദ നെക്സ്റ്റ് പാൻ കേക്ക്. അങ്ങനെയുള്ള ഒരു സ്മാർട്ട്നെസ് അവിടെ വരും. അപ്പം ബേസിക്കലി ഒരു ഹ്യൂമൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ദോശ, ശരിയാണ്, നമ്മുടെ ദോശ. അപ്പം ആ ഒരു എഫിഷ്യൻസി അതിന് കൊണ്ടുവരാൻ പറ്റും ഇൻ്റലിജൻസ് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ടാസ്കിന് ഒരു സിസ്റ്റം ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യും. എനിക്കും തോന്നുന്നു അത് കറക്റ്റാണ്. ബിക്കോസ് ഞാൻ കണ്ടേക്കുന്ന ഈ ഹ്യൂമനോയിഡ്സ് അല്ലെങ്കിൽ അവർ പറയുന്ന സോ കോൾഡ് റോബോട്ട്സ്, ഞാനൊരു റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ മറ്റേ റോബോട്ട് സെർവ് ചെയ്യുന്നതാണ്, അത് കാണുമ്പോൾ എനിക്കെന്തോ ഇറിറ്റേഷൻ ആയിരുന്നു. ബിക്കോസ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ like they are slow right now. For me at least അവർ സ്ലോ ആണ്, ബിക്കോസ് അവരുടെ മെക്കാനിക്കൽ സിസ്റ്റം ഭയങ്കര സ്ലോലി ഇങ്ങനെ. ഇത് കണ്ടേ 1 year back. എന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിൽ ഒരു കടയുണ്ട് ഇതേ സെയിം സിസ്റ്റം ചെയ്യുന്ന, ചൈനയിൽ നിന്ന് ഇൻസ്പയർ ആയ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിസ്റ്റമാണ്. പക്ഷേ ദേ ബേസിക്കലി ഹാവ് റോബോട്ട്സ്, 2 റോബോട്ട്സ് ഉണ്ട്, അത് സെർവ് ചെയ്യും. പക്ഷെ അവരിങ്ങനെ ഒരു ലൈക്ക് എന്താ പറയുക, ഭയങ്കര മെക്കാനിക്കലാണെന്ന് പറഞ്ഞ ഒരു ഫീലിംഗ് എനിക്ക് വരാറുണ്ട്. സോ ദാറ്റ്സ് വൺ
problem that I see basically in these humanoids. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓവർ ടൈം ഇമ്പ്രൂവ് ആവത്തില്ലേ? ഇപ്പൊ ബോസ്റ്റൺ ഡൈനാമിക്സിൽ ചില റോബോട്ട്സ് ഒക്കെ വെരി സ്മൂത്ത് അല്ലേ? ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ എനിക്ക് അതും ഇറിറ്റേറ്റിംഗ് ആണ്. ബിക്കോസ് എന്തോ എടാ ലൈക്ക് നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ഡോഗ് റൺ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടതല്ലേ, ഫ്രീ ഫ്ലോയിങ് സാധനം. ഇത് ബോസ്റ്റൺ ഡൈനാമിക്സിന്റെ മറ്റേ ആ സാധനം ഇങ്ങനെ ചാടിയിട്ട് ലൈക്ക് ഐ ഡോണ്ട് നോ, ലൈക്ക് മേ ബി ഐ എം എന്താ പറയുന്നത്, ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അത് ഇത്രയും തന്നെ ചെയ്യുന്നത് തന്നെ എൻജിനീയറിംഗിലി റിയലി ഗുഡ് ആയിരിക്കും. ബട്ട് വാട്ട് ഐ എം സേയിങ് ഇസ് ലൈക്ക് അങ്ങനെ ഒരു സിസ്റ്റം എനിക്ക് കൊണ്ടുവന്ന് അത് സ്ലോ ആണെന്ന് എനിക്ക് തോന്നുള്ളൂ. ബിക്കോസ് നമ്മുടെ ഒരു ചിന്തയിൽ ഐ ക്യാൻ ഡു മച്ച് ഫാസ്റ്റർ ദാൻ what the robot can do. Because മറ്റേ ആ ഫിഗർ എന്ന് പറഞ്ഞ കമ്പനി, ഫിഗർ 2 ഫിഗർ 1, അവർ ലുക്കൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ അതൊരു സാധനം എടുത്ത് ഇങ്ങനെ ചെയ്ത്, സോ യു അണ്ടർസ്റ്റുഡ് റൈറ്റ്, ഇങ്ങനെ പോയി എന്നിട്ട് ഇങ്ങനെ വരും. സോ ദാറ്റ് ഇസ് സ്ലോ റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരെങ്കിലും അത് മേടിക്കുമോ എന്ന്. നമ്മളൊരു ഫിഗർ 2 റോബോട്ടിനെ മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. എന്താ തോന്നുന്നത്? വാട്ട് ഡു യു തിങ്ക്? അല്ല, ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലൈക്ക് ഡൊമെയിൻ സ്പെസിഫിക് റോബോട്ട്സ് ആയിരിക്കും കുറച്ചുകൂടെ എഫിഷ്യൻറ്റ് റാദർ ദാൻ ജനറിക് റോബോട്ട്സ്. അപ്പോൾ നമ്മൾ ഈ ആർട്ടിക്കിൾ വായിക്കുമ്പം ഇവിടെ, so he is also on to that picture where in which domain specific robots are more efficient than a generalized one. Because ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻ്റലിജൻ്റ്ലി ആൻഡ് സ്മാർട്ട്ലി അത് സോൾവ് ചെയ്യും. അത് മാത്രമായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. സോ ഐ തിങ്ക് ഇൻ ദിസ് പേപ്പർ ഹീസ് ടെലിംഗ്, in this vision statement he is mentioning about 3 major sectors. ഒന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് ഇൻഡസ്ട്രി, സെക്കൻഡ് വൺ ഇസ് മൈനിങ്, ആൻഡ് തേർഡ് വൺ ഇസ് ട്രാൻസ്പോർട്ടേഷൻ. ബോത്ത് എങ്ങനെ പുള്ളി ടാർഗറ്റ് ചെയ്യുന്നു ഇതിനെ സോൾവ് ചെയ്യാൻ എന്നാണ് പുള്ളി ഇതിനകത്ത് പറയുന്നത്. സോ ഐ തിങ്ക് he has termed it like digitizing the physical world. How we are basically ട്രാൻസ്ഫറിങ് ബിറ്റ്സും അതും ചെയ്യുന്ന നമ്മുടെ കമ്പ്യൂട്ടർ വേൾഡ് ചെയ്യുന്ന പോലെ ഈസ് കൈൻഡ് ഓഫ് ട്രാൻസ്ഫോമിങ് ദ ഫിസിക്കൽ വേൾഡ് ടു ഓപ്പറേറ്റ് ഇൻ ദാറ്റ് ഫാഷൻ. അപ്പം ഇൻ ബിറ്റ്സിന് പകരം എനിക്ക് തോന്നുന്നു ഓരോ ടാസ്കിനും ഹി ഹാസ് റീപ്ലേസ്ഡ് ഇറ്റ് വിത്ത് മെഷീൻസ്. സോ that's one major sector that he has told about in this particular thing. പക്ഷേ എൻ്റെ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പുള്ളിയുടെ മനസ്സിൽ ഇത് ശരിയാണ്, ഇത് വലിയ സംഭവമാണ്, പക്ഷെ ഇങ്ങനെ ആരും വേറെ ആരും ചിന്തിച്ചിട്ടില്ലേ? ചിന്തിച്ചുണ്ടായിരിക്കണമല്ലോ, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഒരു AI ക്ലയൻ്റ് ആയിട്ടാണല്ലോ, അവർ സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഫിലോസഫി വെരി സിമിലർ ആണ്. റാദർ ദാൻ ഹാവിങ് ലൈക്ക് ജനറലൈസ് മോഡൽ ദാറ്റ് ഡു എവറിത്തിങ്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സൊല്യൂഷൻസ് വെരി സ്പെസിഫിക് ആയിരിക്കും. ഇന്ന ഡൊമൈനിൽ ഇന്ന സ്പെസിഫിക് ടാസ്ക് ആയിരിക്കും അത് ഓട്ടോമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ടാസ്ക് മേ ടേക്ക് ലൈക്ക് 8 hours ഫോർ എ പേഴ്സൺ ടു ഡു, ബട്ട് ഈ സ്പെസിഫിക് സൊല്യൂഷൻ വിൽ ഡു ഇറ്റ് മച്ച് ക്വിക്കർ ഓട്ടോണോമസ്ലി. അപ്പോൾ ആ ഫിലോസഫി സെയിം ആണ്. അപ്പോൾ അങ്ങനെ ആൾക്കാർ തിങ്ക് ചെയ്യുന്നുണ്ടെന്നാണ്. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വന്നുണ്ടെങ്കിലും ആ ഇൻ്റലിജൻസിൻ്റെ ഫുൾ പവർ വേണ്ടായിരിക്കും ലൈക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാനായിട്ട്. അപ്പം മേ ബി ആ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസും സെയിം ഫിലോസഫി ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പെർട്ടിക്കുലർ എൻറ്റിറ്റി ഉണ്ടാക്കുമായിരിക്കും ആ ടാസ്കിന് ലൈക്ക് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട്. സോ നമ്മളും എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ കാര്യങ്ങളെല്ലാം ഇവോൾവ് ചെയ്ത് വന്നത്. ലൈക്ക് ഒരു ഹ്യൂമന് ചെയ്യുന്ന സ്പീഡിനെക്കാട്ടിലും ഒരു കാർ അസംബ്ലി ലൈനിൽ ഒരു റോബോട്ടിന് വർക്ക് ചെയ്യാൻ പറ്റും. സോ സെയിം പ്രിൻസിപ്പിൾ ആണെന്ന് തോന്നുന്നു. ബേസിക്കലി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അങ്ങനെങ്ങാനും വരുവാണെങ്കിൽ തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോഴും എനിക്കതാ തോന്നുന്നത്. ഹീ ഈസ് ബേസിക്കലി ഒരു ഇൻഡസ്ട്രിയൽ ചേഞ്ച്, ഒരു ഷിഫ്റ്റിന് വേണ്ടിയാണ് ഹീ ഈസ് ട്രൈങ് ടു ലുക്ക്. പക്ഷേ എനിക്ക് വേറൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ സ്പെസിഫിക് ടാസ്ക് ഫിസിക്കൽ വേൾഡിൽ കൊണ്ടുവരുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ചാലഞ്ചസ്. വാട്ട് ഐ എം തിങ്കിങ് ഈസ് ലൈക്ക് നമുക്ക് സെൻസേഴ്സ് അങ്ങനത്തെ കുറേ എക്സ്ട്രാ സാധനങ്ങൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ലൈക്ക് സോഫ്റ്റ്വെയർ റൈറ്റ്, ബിക്കോസ് സോഫ്റ്റ്വെയറിനകത്ത് അപ്പം അത് അത്ര സിമ്പിൾ അല്ല ഫിസിക്കൽ. അപ്പം അതിൻ്റെ ആസ്പെക്റ്റിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലൈക്ക് ഇത് അത്രയും പോസിബിൾ ആണോ? ലൈക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കുമോ ബിസിനസ്സസ് ലൈക്ക് ടു മേക്ക് ദിസ് പോസിബിൾ? നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടോ അവിടെ?
ലൈക്ക് ഇപ്പം ടെസ്ല നമ്മൾ ഇമാജിൻ ചെയ്യുക, ടെസ്ല ഫാക്ടറിയിൽ ഹ്യൂമൻസേ ഇല്ല, റൈറ്റ്? അപ്പം ഹ്യൂമൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ റോബോട്ട്സ് ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ റോബോട്ട്സിന് എന്ത് പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ടത്? ലൈക്ക് അതിന് റോ മെറ്റീരിയൽസ് വേണം. റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് വരുന്നത്? മൈൻ ചെയ്ത് വരണം. ഇനി മൈൻ ചെയ്ത് എങ്ങനെ കൊണ്ടുവരും? ലൈക്ക് അതും ട്രാൻസ്പോർട്ട് ചെയ്ത് വരണം, റൈറ്റ്? ഈ ട്രാവിസ് എനിക്ക് തോന്നുന്നു ആ ഒരു വെർട്ടിക്കൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. ലൈക്ക് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത് മൈനിങ്ങിൽ നിന്ന്, റൈറ്റ്? മൈനിങ്, ഫുഡ്, പിന്നെ വേറെ ട്രാൻസ്പോർട്ടേഷൻ, റൈറ്റ്? അപ്പം മൈനിങ് ഓട്ടോമേറ്റ് ചെയ്തു. അപ്പം ഓട്ടോമാറ്റിക്കലി റോ മെറ്റീരിയൽസ് കിട്ടാം വിത്തൗട്ട് എനി ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ പുള്ളി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മൈൻ ചെയ്ത സാധനം നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കലി, ഓട്ടോണോമസ്ലി. ദെൻ തേർഡ് തിങ്, അത് ഇപ്പോഴത്തെ ഫാക്ടറീസ് മോസ്റ്റ്ലി ഓട്ടോമേറ്റഡാണ്. അപ്പം പ്രൊവൈഡഡ് യു ഹാവ് റോ മെറ്റീരിയൽസ്, ഫാക്ടറിക്ക് വർക്ക് ചെയ്യാം, റൈറ്റ്? സോ ദെൻ ഇപ്പോൾ ചില ടെസ്ലാസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്ല തന്നെ ഡ്രൈവ് ചെയ്ത് ഓണറിൻ്റെ വീട്ടിലോട്ട് പോയിക്കോളും. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ഡെലിവർ, റൈറ്റ്? സോ അപ്പോൾ ആ ചെയിൻ കംപ്ലീറ്റ് ആയി, റൈറ്റ്? സോ നൗ think of it working in other industries, right? അപ്പം നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന പ്രോബ്ലം ലൈക്ക് വെരി ലെസ് പെയിൻഫുൾ ഫോർ എ ഹ്യൂമൻ ബീങ്. ലൈക്ക് അപ്പം മാനുഫാക്ചറിങ് ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ലൈക്ക് വളരെ റെഡ്യൂസ് ചെയ്യും. സോ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിരിക്കും പിന്നെ സംഭവിക്കുന്നത്. ഓക്കെ, അതപ്പം അതൊരു വലിയ ഷിഫ്റ്റ് തന്നെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈച്ച് ആൻഡ് എവറി കോമ്പണന്റ് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ലതായിട്ട് ഹ്യൂമൻ റീപ്ലേസ്. ഓൾസോ ഇപ്പം ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയി. അപ്പം നീ പറഞ്ഞ പോലെ ഈ ട്രാവിസ് പുള്ളിയുടെ ആ വിഷനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മെഷീനെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ലൈക്ക് നമുക്ക് കറണ്ട് സ്റ്റേറ്റ് നമ്മൾ മനസ്സിലാക്കണം, ഫ്യൂച്ചർ സ്റ്റേറ്റിൽ ഫ്യൂച്ചർ സ്റ്റേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ കറണ്ട് സ്റ്റേറ്റിനകത്തെ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഫ്യൂച്ചർ സ്റ്റേറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോ അപ്പം ഈ പറഞ്ഞ പോലെ മൈനിങ് തൊട്ട് ഈ നമുക്കൊരു റോ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഡെലിവറി നടത്തുന്നത് വരെ അത് ഓട്ടോണോമസ്. സോ ഇനിയും നമ്മൾ ഇവിടെ എല്ലാം സെൻസേഴ്സും ഫീഡ്ബാക്ക് ലൂപ്പും ആഡ് ചെയ്തെന്ന് വെച്ചു. അപ്പോൾ ആ പ്രോസസ്സ് പയ്യെ ലൈക്ക് എഫിഷ്യൻസി ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കും ടു എ പോയിന്റ് വെയർ ഇറ്റ്സ് വെരി എഫിഷ്യൻറ്റ്. അല്ല, ഇപ്പം നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനത്തെ പ്രോസസ്സാണ്. ആസ് എൻ ലൈക്ക് ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഇപ്പോൾ കൂടുതലുള്ളത് മാനുഫാക്ചറിങ്, ഇങ്ങനെ പ്രൊഡക്ഷൻ, ഓൾ ഓഫ് ദീസ് ഏരിയാസിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉള്ളത്. ഇനി അവിടെ ഇങ്ങനത്തെ ഓട്ടോമേഷൻസ് വരുവാണെങ്കിൽ ബേസിക്കലി എഫിഷ്യൻസി റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. നമ്പർ ഓഫ് പീപ്പിൾ അവിടെ റെഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ബട്ട് ഓവറോൾ എനിക്ക് തോന്നുന്നു ഇറ്റ് വുഡ് ബി എ നെക്സ്റ്റ് ലെവൽ ഓഫ് ഹൗ ദി ഇൻഡസ്ട്രി വുഡ് ഓപ്പറേറ്റ് എന്നുള്ള ഒരു സിസ്റ്റത്തിലോട്ട് വരും. ബിക്കോസ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ യു എസിൽ പോയപ്പം ബേസിക്കലി നമ്മുടെ ഈ പ്രാവശ്യം യു എസിൽ പോയപ്പം മറ്റേ ഗൂഗിളിൻ്റെ മറ്റേ വേമോ അപ്പം വേമോ ടാക്സിയിൽ കയറി. ലൈക്ക് അമേസിങ് എൻജിനീയറിങ് എന്നുവെച്ചാൽ ലൈക്ക് ഒരു ഭയങ്കര പെർഫെക്റ്റ് സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മൾ ബിലീവ് ചെയ്യാൻ ഇത് റിയാലിറ്റി ആണോ ഒന്ന് സിങ്ക് ഇൻ ചെയ്യാൻ ഇച്ചിരി ടൈം എടുത്തു. ബിക്കോസ് നീ ഒന്ന് ഓർത്ത് നോക്കി, കാറ് ഓടിക്കുമ്പം ന്യൂമറസ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അവിടെ അപ്ലൈ ചെയ്യണം. ബിക്കോസ് ഒരു കാർ ഇവിടെ നിന്ന് വരും, ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം, ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്താ പറ്റേണ്ടത്, അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസിൽ കൂടെയാണ് ആ കാറ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം ഞാൻ ആ സൈഡിലിരുന്ന് ഓർഡർ ചെയ്യുന്നു, ലൈക്ക് ഈ കാറിനെ വിളിക്കുന്നു, കയറിയിരിക്കുന്നു, ആൻഡ് വി ഹാഡ് ടു ട്രാവൽ ടിൽ ദി എയർപോർട്ട്. There were n number of situations which I got scared because ഒരു സൈക്കിളുകാരൻ ലിറ്ററലി ഈ വേമോ ഇങ്ങനെ പോയിക്കോ, നമ്മളൊരു ലെയിനിൽ കൂടെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ എഞ്ചിനീയറിംഗ് മൈൻഡ് സെറ്റിൽ നമ്മളെന്തോ ഓർക്കുന്നത്, ഈ കാർ ഒരു ലെയിനിൽ കൂടെ അത് ലെയിനാണ് ഫോളോ ചെയ്യുന്നതെന്നുള്ള ഒരു കോൺസെപ്റ്റിലായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. സോ വൺ സൈക്കിൾ പേഴ്സൺ കെയിം ഇൻ ബിറ്റ്വീൻ ആൻഡ് ഹി വാസ് മിഡ്, എന്ന് വെച്ചാൽ ഇവിടെ കൂടെ കാർ പോകുന്നത്, ഈ വരയിൽ കൂടെയാണ് അയാൾ പോകുന്നത്. സോ യു കാൺ പ്രെഡിക്റ്റ് വെദർ ഹി ഈസ് ഗോയിങ് ടു ദിസ് സൈഡ് ഓർ ഓൺ ദ റൈറ്റ് സൈഡ്. ഐ വാസ് ലൈക്ക് ഇറ്റ്സ് ഗോൺ. ലൈക്ക് എന്താ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സിറ്റുവേഷനിൽ? ഒന്നെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്തിങ്ങനെ പോകും, പക്ഷേ ആ ഓവർടേക്ക് നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻസിൽ നമ്മൾ നോക്കും ഗ്യാപ്പ് ഉണ്ടോ വേറെ കാർ. ഹൗ ഡസ് എ മാനുവൽ മെക്കാനിക്കൽ സിസ്റ്റം തിങ്ക് ലൈക്ക് ദാറ്റ് എന്നായിരുന്നു എൻ്റെ ഇത്. ബട്ട് ദിസ് കാർ ആക്ച്വലി വെയിറ്റഡ്, സ്ലോ ഡൗൺ, അത് ഒന്ന് ഇച്ചിരി പോസ് ചെയ്ത് ഇച്ചിരി ഇതെടുത്തിട്ട് ഇറ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഇസ് എ ഗ്യാപ്പ്
and it went through. And it was amazing to watch that. എന്ന് വെച്ചാൽ ലൈക്ക് ഞാനപ്പോൾ ഓർത്ത് ഇങ്ങനൊരു കാർ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി ടാക്സി ആയിട്ടങ്ങ് വിടായിരുന്നു. ഇവിടുത്തെ റോഡ് ഐ തിങ്ക് ദാറ്റ്സ് ചാലഞ്ചിങ്. ഇന്ത്യൻ റോഡ്സിൽ അത് ചെയ്യാൻ വേണ്ടി. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഇപ്പം മറ്റേ റോബോ ടാക്സി ടെസ്ലയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ടാക്സി ആയിട്ട് നമ്മുടെ കാറുകളെ നമ്മൾ ഒരു കാർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടാക്സി ആയിട്ട് നമുക്ക് ഫ്രീ ടൈമിൽ അത് റൺ ചെയ്യും. എനിക്ക് തോന്നുന്നു ഇവൻച്വലി ഐ തിങ്ക് വേൾഡ് ക്യാൻ ഗോ ടു ദാറ്റ് സിറ്റുവേഷൻസ്. ലൈക്ക് ഒരു സ്പെസിഫിക് ടാസ്കിന് വേണ്ടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് ടു ആ കാര്യം അത് വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് അമേസിങ് ടു വാച്ച് ത്രൂ. ലൈക്ക് അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനം. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിൽ ഞാൻ ഈ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിയുടെ വിഷൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ എല്ലാ സിസ്റ്റംസും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹ്യൂമൻസ് ഇത്രയും ടൈം സേവ് ചെയ്തിട്ട് വെച്ച് എന്ത് ചെയ്യും? വാട്ട് വിൽ ദ ഹ്യൂമൻസ് ഡു നെക്സ്റ്റ്? ഐ തിങ്ക് അന്ന് നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ വീട്ടില്. ഹ്യൂമന് ടൈം കിട്ടി, മണയും കിട്ടി, ചില്ലിയും വീട്ടിൽ കോൺസെപ്റ്റ് ഇല്ല. ഐ തിങ്ക് ബിക്കോസ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് നമ്മൾ സിസ്റ്റംസിനെ ഡിപ്ലോയ് ചെയ്യുമായിരിക്കും ഐഡിയലി. ഇപ്പം കൃഷി ചെയ്യണമെങ്കിൽ യു ഡോണ്ട് നീഡ് എ ഹ്യൂമൻ റോബോട്ട്. എന്ന് വെച്ചാൽ ഒരു ചെറിയ ട്രാക്ടർ, അതിനകത്ത് വള ഇടാൻ പറ്റുന്ന ഒരു ട്രാക്ടർ പോയി എല്ലാം നോക്കി കണ്ടു കഴിഞ്ഞാൽ അടിപൊളി, സൂപ്പർ. ദെൻ ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ നമ്മൾ അന്നും സംസാരിച്ച ചിലപ്പം അത് പീസ്ഫുൾ ആയിരിക്കും, ചിലപ്പം എൻ്റെ റോബോട്ട് നിൻ്റെ റോബോട്ടിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുമായിരിക്കും. അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് ഐ ഡോണ്ട് നോ വാട്ട് ദ വേൾഡ് ഇസ് ലുക്കിംഗ് ലൈക്ക്. ബട്ട് ഐഡിയലി എഫിഷ്യൻസി കൂടുന്തോറും ഹ്യൂമൻസ് മോർ ഫ്രീ ടൈം. ഒരു വേറെ ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചില്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അറ്റ്ലീസ്റ്റ് ഞാൻ ഫുള്ളി കോഡ് ചെയ്യുന്നത് AI വെച്ചാണ്. ഇപ്പം ലിറ്ററലി എൻ്റെ വൈഫാണെങ്കിൽ ഇടയ്ക്ക് പൈത്തനൊക്കെ പഠിക്കാൻ നേരത്ത് വന്നപ്പം ഫോർ ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ കോഡ് ലിറ്ററലി മാനുവലി കോഡ് ചെയ്യാൻ നോക്കിയപ്പം ലൈക്ക് ഫസ്റ്റ് ആ കയ്യിലോട്ട് സാധനം വരുന്നില്ല. ലൈക്ക് ആക്ച്വലി ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ ഈ ആരുടെയാണ് ഞാൻ ഓർക്കുന്നില്ല, എനിക്കൊന്ന് ഏതോ ഒരു യൂണിവേഴ്സിറ്റി MITയോ ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഒരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പം അതിൽ പറയുന്നത് നമ്മൾ AI കോഡിങ് വെച്ചിട്ട് ചെയ്യുമ്പം നമ്മുടെ ബേസിക് ആ സ്കില്ല് ലൈക്ക് നഷ്ടപ്പെടുമോ? ലൈക്ക് I mean, that is natural. We don't practice writing code now. അതൊരു എനിക്കത് ഭയങ്കര ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം ലൈക്ക് ഒരു ഭയങ്കര പാടായിരുന്നു. ബിക്കോസ് ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്ന അയ്യോ ഇതൊന്നും ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ആ ഒരു വേൾഡിലോട്ട് തിരിച്ചു പോകത്തില്ല. ബട്ട് എടാ എനിക്ക് ടെൻഷൻ അല്ല, ഇറ്റ്സ് ലൈക്ക് റിയലൈസേഷൻ ഓഫ് യെസ് ഐ ഹാവ് മേ ബി ലൈക്ക് ഇറ്റ്സ് എനിക്കറിയത്തില്ല ഒരു പേടി ഓർ വറി ബിക്കോസ് വി ടുക്ക് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഗെയിൻ ദിസ് സ്കിൽ. മനസ്സിലായി, നമ്മൾ ഒത്തിരി പഠിച്ചു ഇതിനു വേണ്ടി, ഇതൊന്ന് ഗ്രാസ്പ് ചെയ്ത് അതിൻ്റെ വിഷമം. അല്ലാതെ അത് പോയി കഴിഞ്ഞാൽ ചുമ്മാ പഠിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു ഈ സ്കില്ലിൽ വരുമ്പോൾ എന്നിട്ട് ലിറ്ററലി നമ്മൾ ഇപ്പം നമുക്കൊരു എഴുതാൻ പറ്റത്തില്ലെന്നല്ല, ആ ഒരു ടച്ച് വിട്ടു പോകുമ്പോൾ നമ്മളാണെങ്കിൽ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഏതോ ഒരു എപ്പിസോഡിൽ നമ്മൾ പറയുകയും ചെയ്തത് ലൈക്ക് നൗ ദർ വിൽ ബി എ ട്രെൻഡ് വെയർ വിച്ച് കോഡിങ് മാനുവലി വുഡ് ബി എ ഹോബി റൈറ്റ്, വൺ ഓഫ് ദി എപ്പിസോഡ്. അത് ലിറ്ററലി എനിക്ക് ഇവിടെ തോന്നി. ഇവിടെ ഞാനാണെങ്കിൽ ഇപ്പം അതുകൊണ്ട് വൈഫ് ഉണ്ടായതുകൊണ്ട് നല്ലത് ഞാൻ പഠിപ്പിച്ച എനിക്ക് ഇപ്പോൾ ഓർമ്മയിൽ അത് ആ സൈക്കിൾ വരുന്നുണ്ട്. ബട്ട് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ നോട്ട് വെൻ എഫിഷ്യൻസി ഇൻക്രീസസ്. The question that I thought was like, would we lose a lot of skill? എന്നിട്ട് നമ്മൾ ലിറ്ററലി ഒരു ഉപയോഗം ഇല്ലാത്ത ഒരാളായി തീരുവോ? ഇങ്ങനെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ബേസിക്കലി നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ലൈക്ക് വാട്ട് വുഡ് ബി ഹ്യൂമൻസ് ഡൂയിങ് ആഫ്റ്റർ ദിസ്? Hobbies. Whatever I want to do. Hobbies. Okay. Hobbies. നിനക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ നീ എന്ത് ചെയ്യും? എനിക്ക് ഫ്രീ ടൈം കിട്ടുവാണെങ്കിൽ പാട്ട് പാടും. അങ്ങനെ പേടിക്കാൻ പറയാൻ പറ്റത്തില്ല. ഇപ്പം AI ഇപ്പം നമ്മളിപ്പോൾ കണ്ടില്ല. എടാ അതാണ് ലുക്ക് ദാറ്റ്സ് മൈ പ്രോബ്ലം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ലുക്ക് ഇറ്റ് വിൽ ടേക്ക് അപ്പ്, അങ്ങനെയല്ല പ്രോബ്ലം. ദർ ഇസ് ഓൾവേസ് എ ഫിയർ ദാറ്റ് ഇസ് അസോസിയേറ്റഡ് വെൻ ഇറ്റ് കംസ് ടു AI. വൈ? ബിക്കോസ് നീ ഇപ്പോൾ പാട്ട് കേൾക്കുന്നത് നിനക്ക് പ്രോപ്പർലി പറയാൻ പറ്റുമോ അർജിത് സിംഗ് തന്നെയാണ് അത് പാടിയെന്ന്? പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ സോങ് ലിസൺ ചെയ്യുകയാണെങ്കിലോ, ദാറ്റ് ഡസന്റ് മാറ്റർ ടു മീ. ഇഫ്
പക്ഷെ അർജിത് സിംഗിന് അത് മാറ്റർ ചെയ്തില്ല, കാരണം ഒരു AI ക്ലോൺ വന്നിട്ട് അർജിത് സിംഗിന്റെ Okay, so Arjit Singh's point in that, like he wants other people to listen to his song, his voice. Yes. So അത് should have that fear. Yes, അതാ ഞാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് മൈ വറി. അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ഹോബി ആയിരുന്നു പാട്ട് പാടാൻ. ഇനി അതും വേറൊരിടത്തും പറയാം, നിന്റെ വോയിസ് വേണ്ട, നിന്റെ വോയിസിലും പാടുന്ന AI ഉണ്ടെങ്കിൽ ആ ഹോബി ഞാൻ നഷ്ടപ്പെടുത്തും. ബിക്കോസ് ഞാൻ പിന്നെ എന്തോത്തിനാ പാട്ട് പാടുന്നത്? നിനക്ക് പുതിയ അംബീഷൻസും കാര്യങ്ങളും പുതിയ അംബീഷൻസ് അല്ല. എനിക്കിപ്പോൾ തോന്നുന്ന ആകെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞാൽ, ഇനി AI ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഫാമിൽ കുറച്ച് ലാൻഡ് മേടിക്കുക. അല്ലല്ല എടാ, നമ്മളിപ്പോഴും നമ്മുടെ പ്രോബ്ലംസിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ അംബീഷൻസിനെ ഫോം ചെയ്യുന്നത്. റൈറ്റ്. ഫോർ എക്സാമ്പിൾ തിയറിറ്റിക്കലി നമുക്ക് എർത്തിലെ പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തു, സോൾവ് ചെയ്തു. മാൻ ബീങ് മാൻ, നമ്മൾ അടുത്ത സാധനം പോകും. ലൈക്ക് മേ ബി നമ്മൾ മൂണിൽ ചിലപ്പം പോയി ഒരു ബേസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ നമ്മൾ മാർസിൽ പോയി ബേസ് ഉണ്ടാക്കും. മേ ബി നമുക്ക് ഇതുവരെ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും ചിലപ്പോൾ BI സോൾവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പുതിയ ഫ്രോണ്ടിയേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യും, ഓഫ് കോഴ്സ്. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡിഗ്രേഡ് ചെയ്യത്തില്ല, നമ്മളെപ്പോഴും ഇമ്പ്രൂവ് ചെയ്യത്തില്ലുള്ളൂ. നമുക്ക് ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് പൈസ നമുക്ക് വേണം നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ആ പൈസ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൈസ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലൈക്ക് വേറെ നെക്സ്റ്റ് സാധനത്തിന് വേണ്ടിയാണ്. അല്ല നമ്മൾ അവിടെ ഓക്കെ ഇത് മതി, സെറ്റ് ഫോർ ലൈഫ്. പക്ഷെ അങ്ങനെ കരുതുന്ന ഒരു ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഹൈ ലെവൽ ലാംഗ്വേജസ് നമ്മൾ പ്രോഗ്രാമിംഗ് കോണ്ടെക്സ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ, ഹൈ ലെവൽ ലാംഗ്വേജസ് വരുന്നതിന് മുമ്പ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലെ കൂടുതൽ കൂടിയിട്ടുണ്ടെന്ന്. റൈറ്റ്. ഹൈ ലെവൽ ലാംഗ്വേജസ് വന്നപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വലിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. റൈറ്റ്. ബിക്കോസ് അസംബ്ലി ലാംഗ്വേജ് ചെയ്യാൻ പറ്റുന്നതൊരു ലിമിറ്റുണ്ട്, അതിൻ്റേതായ കോംപ്ലക്സിറ്റി ഉണ്ട്. ആ സെയിം പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യും. നമ്മുടെ ലൈക്ക് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാർജർ പ്രോബ്ലംസ് സോൾവ് ചെയ്യും. എൻ്റെ ഒരു വറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ് പ്രോബ്ലമിനെ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻ വുഡ് ഹാവ് എക്സിസ്റ്റഡ് ഫോർ നെക്സ്റ്റ് 25 years or 20 years is what we are doing. പക്ഷേ ഒരു റാൻഡം മോർണിംഗിൽ ഞാൻ എണ്ണിക്കുമ്പം AI വന്ന് ഒരു ക്ലസ്റ്റർ ഓഫ് പ്രോബ്ലംസിനെ അത് സോൾവ് ചെയ്യാൻ നല്ലതല്ലേ? നല്ലതാണ്. ലൈക്ക് പ്രോബ്ലംസ് എക്സിസ്റ്റ് ചെയ്യുന്നല്ലോ നമ്മുടെ ശരിയാണ്, ഗോൾ. അല്ലല്ല, അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, അപ്പം നോർമൽ പീപ്പിളിന്, നോർമലായിട്ടുള്ള ആൾക്കാർ ഇപ്പം പെട്ടെന്ന് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത് പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ എംപ്ലോയ് ആയത്. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഞാൻ ബേസിക്കലി ആ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കറിയാവുന്ന പ്രോബ്ലം സെറ്റിൻ്റെ സൊല്യൂഷൻസ് ഞാൻ പഠിച്ചു വെക്കുന്നത് എല്ലാം AI വന്ന് സോൾവ് ചെയ്താൽ ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ഒരു നോർമൽ തോട്ടുണ്ട്. വേണമെങ്കിൽ നിനക്കൊന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, അത് നിൻ്റെ ചോയ്സാണ്. നിനക്ക് വേണമെന്നും ചെയ്യാതിരിക്കാം. ഓക്കെ, ഗുഡ്. അല്ല അല്ല, അത് ഞാൻ പറഞ്ഞ ആ ഒരു നോട്ട് നല്ലതായിരിക്കും നമ്മുടെ ഒരു തോട്ടിന്. ആസ് ലൈക്ക് ഇങ്ങനെ, ബിക്കോസ് ഞാൻ ഈ ചോദ്യങ്ങൾ ഇടുന്നത് തന്നെ പല ഓഡിയൻസിന് ഇങ്ങനെ കുറേ പെർസ്പെക്റ്റീവ്സ് കാണുമായിരിക്കും. സോ ദിസ് ഈസ് വാട്ട് വി തോട്ട് വെൻ വി റെഡ് ദിസ്. ബേസിക്കലി ഇങ്ങനെ ഇനിയുള്ള ട്രാൻസ്ഫോർമേഷൻ, ഇൻഡസ്ട്രിയൽ ഇപ്പം തന്നെ നമുക്ക് കമ്പ്യൂട്ടർ വേൾഡ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വേൾഡിൽ തന്നെ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ട്, വിച്ച് ഹാസ് ഇമ്പാക്റ്റഡ് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി. ഈ പേപ്പർ വായിച്ചപ്പം അല്ലെങ്കിൽ ഈ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പം ഇൻഡസ്ട്രിയെ മൊത്തം ഷിഫ്റ്റ് ചെയ്യാനുള്ള, നെക്സ്റ്റ് ലെവലിലോട്ട് പോകാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. പ്രോബബിലിറ്റി നമ്മൾ കൂടുതലാണ്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ അറൈസ് ചെയ്യുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ഇനി നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് നമ്മൾ എന്തായാലും ആ ഒരു സാധനം സോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യും. ആ പ്രോബ്ലം ആയിരിക്കും ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ വിഷയമായിരിക്കും. നമുക്ക് ബേസിക്കലി മെഷീൻസ് ഉണ്ടായിരിക്കും വിച്ച് വിൽ ഏൺ മണി ആൻഡ് വി വിൽ ഹാവ് മോർ ടൈം wherein which we can spend on other activities which we like to do, because that's how we want to live the world. With that note, I think we can wrap this episode. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ചിന്താഗതികൾ ഞങ്ങളെ അറിയിക്കുക. What is your thoughts on these changes that's happening all over the world, because different people are thinking differently. So let us know your comments, and ഞങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, ഞങ്ങൾ എന്തെങ്കിലും ടോപ്പിക്സ് ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വിത്ത് ദാറ്റ്,
So until we see next time, signing off. Bye-bye. Bye-bye.